പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നോമ്പുകാല തിരുവചന ധ്യാനം 33-ാം ദിവസം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് ഈ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. അപ്പം വർദ്ധിപ്പിച്ച സംഭവം കഴിഞ്ഞ് യേശു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്കും പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. കാറ്റു പ്രതികൂലമായിരുന്നതിനാൽ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് യേശു മനസ്സിലാക്കി. നാം പറയാതെ തന്നെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി സഹായിക്കാൻ എത്തുന്ന കരുണാമയനായ കർത്താവിൻ്റെ ഇടപെടൽ ശ്രദ്ധിക്കുക. നമ്മെ കാണുകയും അറിയുകയും നമ്മുടെ ആവശ്യങ്ങളിൽ അരികിലെത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ടു പരിഭ്രമിച്ചുപോയി. കടൽ സാത്താൻ്റെ മേഖല ആയതുകൊണ്ടാകാം ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ ഭയന്ന് നിലവിളിച്ചത്. ഉടനെ യേശു അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. യേശുവിൻ്റെ ഈ വാക്കുകളും അവിടുത്തെ സാന്നിധ്യവും എത്ര ആശ്വാസകരമാണെന്ന് ചിന്തിക്കുക. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന തിരുമൊഴികൾ എപ്പോഴും നമുക്ക് അനുസ്മരിക്കാം. അവൻ വഞ്ചിയിൽ കയറിയതും കാറ്റു ശമിച്ചു. അപ്പോൾ അവർ ആശ്ചര്യഭരിതരായി. 52-ാം വാക്യം പറയുന്നു, അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. അതായത് അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലൂടെ വെളിപ്പെട്ട യേശുവിൻ്റെ ശക്തി ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ശിഷ്യന്മാരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കടലിന് മീതെ നടന്നു വന്നതും അവൻ വഞ്ചിയിൽ കയറിയ ഉടനെ കാറ്റു ശമിച്ചതും കണ്ടപ്പോൾ അവർ ആശ്ചര്യഭരിതരായി. ഇന്നത്തെ ലേഖന ഭാഗം കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ പറയുന്നു, ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതായത് വിശ്വാസികളുടെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അവർ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം സന്തോഷത്തോടെയെല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമുള്ള കൃപയ്ക്കു വേണ്ടിയും. അങ്ങനെ കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ ഇടയാകണം. അതുവഴി വിശ്വാസികളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും അവർ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മെ കാണുകയും അറിയുകയും രാത്രിയുടെ 4-ാം യാമത്തിൽ പോലും അരികിലെത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവെന്ന സത്യവും, അവൻ ജീവിത തോണിയിലുണ്ടെങ്കിൽ ഏതു കൊടുങ്കാറ്റും ഉടനടി ശമിക്കുമെന്ന യാഥാർത്ഥ്യവും നമ്മുടെ ചിന്തയിലും ഓർമ്മയിലും ഹൃദയത്തിലും ഉറപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് നമുക്ക് ധ്യാനിക്കാം. പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാനും സന്തോഷത്തോടെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കർത്താവിന് യോജിച്ചതും
അവിടത്തേക്ക് പ്രീതികരവുമായ ജീവിതം നയിക്കുന്നതിനും വേണ്ട കൃപയ്ക്കു വേണ്ടിയും നമുക്ക് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,